ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ വീട്ടുനികുതി എങ്ങനെ ഓൺലൈനിലായിട്ട് നമുക്ക് അടക്കാം, അതുപോലെ നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. tax.lsgkerala.gov.in എന്ന സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ ഗൂഗിളിൽ സഞ്ജയ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പെൻഡിങ് ടാക്സസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ ടാക്സസുകളും കഴിഞ്ഞ ടാക്സസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ച് ക്ലിയർ ചെയ്യണം. tax.lsgkerala എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സഞ്ജയുടെ സൈറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സർവീസുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ടാക്സ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയും സർവീസസാണ് ഈ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടാക്സ് പേ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ എന്താണെന്ന് സെലക്ട് ചെയ്യുക. അവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാമപഞ്ചായത്തിൻ്റെ നെയിംസ് ലിസ്റ്റ് ചെയ്യും. അതിൽ നമ്മളെ ഗ്രാമപഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. നമ്മളെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൻഡോയിൽ പ്രോപ്പർട്ടി ടാക്സ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെലക്ട് കൊടുത്തിട്ട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതുപോലെ ലോക്കൽ ബോഡി ഏതാണോ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക. സെർച്ച് കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് വാർഡ് ഇയർ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇയർ ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നിങ്ങളുടെ വാർഡ് നമ്പർ, അതുപോലെ വീടിൻ്റെ നമ്പർ, അതിൻ്റെ സബ് നമ്പർ സപ്പോസ് സബ് നമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി ലീവ് ചെയ്താൽ മതി. എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മൾ കൊടുത്തിട്ടുള്ള ബിൽഡിംഗ് നമ്പറിലുള്ള ഡീറ്റെയിൽസ് വരും. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള സെലക്ട് എന്നുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യാം. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഓവർ ഡ്യൂ അല്ലെങ്കിൽ പെൻഡിങ് ടാക്സസ് അടക്കാൻ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു കേസിൽ 2020-21 ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പേയ്മെൻറ്റ് ടാക്സ് ഡ്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ അത് പേ ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്ന് ഇതെല്ലാം നിങ്ങളുടെ ഇമെയിൽ ID ഏതാണോ അത് കൊടുക്കുക. മൊബൈൽ നമ്പറും മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ നെക്സ്റ്റ് പേയ്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് പോകും. ഇതിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ എന്ത് വഴിയിലും വേണ്ടി യൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. താഴെ കാണുന്ന ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നിങ്ങൾക്ക് ടാക്സ് അടച്ചതിൻ്റെ അല്ലെങ്കിൽ കെട്ടിട നികുതി അടച്ചതിൻ്റെ അത് റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ഇതിൻ്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഇതിൽ മെയിൻ പേജിൽ വന്നിട്ട് ഓണർഷിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത കാര്യം വാർഡ് ഇയർ സെലക്ട് ചെയ്യുക. അതുപോലെ വാർഡ് നമ്പർ, വീട്ട് നമ്പർ, സബ് ഡിവിഷൻ നമ്പറിൻ്റെ അത് കൊടുത്ത് സെർച്ച് കൊടുക്കുക.
വൺസ് സെർച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ ലിസ്റ്റ് ചെയ്യും. അതിൽ ഓണറിൻ്റെ നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ താഴെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെയായിട്ട് പർപ്പസ്, നിങ്ങൾക്ക് എന്താവശ്യത്തിനാണ് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് പല ആവശ്യങ്ങളും, ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ആധാറിൻ്റെ ആവശ്യത്തിന്, അല്ലെങ്കിൽ KCB കൊടുക്കാൻ, അല്ലെങ്കിൽ വാട്ടർ കണക്ഷന് കൊടുക്കാൻ. ഞാനിവിടെ തൽക്കാലം ആധാറിന് വേണ്ടിയിട്ടുള്ളതാണ് സെലക്ട് കൊടുക്കുന്നത്. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാറുള്ളതാണ്.